നമസ്കാരം. മൂന്നാം മോദി സർക്കാരിൽ സ്പീക്കർ ആരായിരിക്കും എന്നുള്ള ചർച്ചകൾ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. JDU, TDP തുടങ്ങിയ സഖ്യകക്ഷികളെല്ലാം തന്നെ സ്പീക്കർ പദവിക്ക് വേണ്ടി വലിയ തോതിലുള്ള സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. എന്നാൽ മന്ത്രിമാരുടെ കാര്യത്തിലും വകുപ്പ് വിഭജനത്തിലുമൊക്കെ സ്വീകരിച്ച അതേ കടുംപിടുത്തം തന്നെ സ്പീക്കറുടെ കാര്യത്തിലും BJP തുടർന്നേക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ലോക്സഭാ സ്പീക്കറായി ഓം ബിർള തന്നെ തുടരും എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിലെ കോട്ടയിൽ നിന്നും BJP സ്ഥാനാർത്ഥിയായി ബിർള വീണ്ടും വിജയിച്ചിട്ടുണ്ടായിരുന്നു. സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നതിൽ മറ്റൊരു പേര് ദഗുപതി പുരന്ദരേശ്വരിയുടേത് തന്നെയാണ്. TDP സ്ഥാപകനായ NT രാമറാവുവിന്റെ മകളും അതിനോടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള BJP നേതാവും സംസ്ഥാന പാർട്ടി അധ്യക്ഷയുമാണ് അവർ. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആന്ധ്രാപ്രദേശിലെ രാജമുണ്ട്രിയിൽ നിന്നും 2.3 ലക്ഷത്തിലധികം വോട്ടുകൾക്കാണ് പുരന്ദരേശ്വരി വിജയിച്ചു കയറിയത്. കേന്ദ്ര മന്ത്രിസഭയിൽ ഇതുവരെയും പുരന്ദരേശ്വരി ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതും അവർക്ക് സ്പീക്കർ സ്ഥാനത്തേക്ക് സാധ്യതകൾ തെളിയും എന്നതിന്റെ സൂചന തന്നെയാണ്. മാത്രമല്ല, പുരന്ദരേശ്വരിയെ സ്പീക്കറായി തെരഞ്ഞെടുക്കുന്നത് നായിഡുവിനെ അലോസരപ്പെടുത്താനും ഇടയില്ല. നായിഡുവിന്റെ ഭാര്യയായ നാരാ ഭുവനേശ്വരിയും പുരന്ദരേശ്വരിയും സഹോദരിമാരാണ്. പുരന്ദരേശ്വരി വന്നതിലൂടെ TDPയെ അനുനയിപ്പിക്കാൻ സാധിക്കുമെന്നുള്ള കണക്കുകൂട്ടൽ കൂടി BJPക്കുണ്ട്. അതായത് TDPയെ പിണക്കാതെ എന്നാൽ BJP അവരുടെ സ്വന്തം നിലയ്ക്ക് സ്പീക്കറെ തെരഞ്ഞെടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ ഒരുപക്ഷെ എത്തിയേക്കാം. ഏറ്റവും അധികം സ്പീക്കർ സ്ഥാനത്തിന് വേണ്ടി ഇപ്പോഴും സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നത് TDP തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ TDP അധ്യക്ഷനായ നായിഡുവിന്റെ ബന്ധുവിനെ തന്നെ എന്നാൽ BJPയുടെ സ്വന്തം ആളെ തന്നെ സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.